നമുക്കിപ്പം വിനു മോഹൻ കൂടി ചേരുന്നു, ചലച്ചിത്ര താരം വിനു. വെരി ഗുഡ് മോർണിംഗ് വിനു. മോർണിംഗ്. വിനു, ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇവിടെ ഉണ്ടോ, കൊച്ചിയിലുണ്ടോ അതോ വീട്ടിലാണോ? വീട്ടിലാണ്. വിനു, ഞങ്ങൾ രാവിലെ അനന്യമായി മനസ്സിലായി. അനന്യയുമായി ഞങ്ങൾ രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയെ പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ളിൽ നടക്കുന്നത് എന്താണെന്നറിയാൻ പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സംഘടനയുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു അവകാശമാണ്. അത് ഞാൻ തിരിച്ചറിയുന്നു, അതിനെ ഞാൻ ബഹുമാനിക്കുക കൂടി ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ചില കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുമുള്ളത്. ഈ സംഘടനയിലെ 1-2 പേർ മാത്രം ചെയ്ത കുറ്റത്തിന് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കുക എന്നുള്ളത് നിർഭാഗ്യകരമായി പോയോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വിനു? പറയാൻ കഴിയുന്നത് മാത്രം വിനു പറഞ്ഞാൽ മതി. നമുക്ക് ഇപ്പം എന്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, നമ്മൾ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോഴും ഇങ്ങനൊരു ഒരു തീരുമാനത്തിലേക്ക് വരുന്ന സമയത്തും എന്റെ കൺസേണും എനിക്കൊരു ഇതുണ്ടായിരുന്നത്, നമ്മളുടെ ഇപ്പൊ അമ്മ സംഘടന എന്ന് പറയുന്നത് 1-2 പേരിൽ ഒതുങ്ങുന്നതല്ല. അതൊരു 506 പേരുടെ ഒരു സംഘടനയാണ്. അതിൽ കുറേയധികം ആൾക്കാർ ഈ അമ്മയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടവും അമ്മയുടെ മെഡിക്കൽ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളുടെ മെമ്പേഴ്സിൽ പലരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ സംഘടനയിലുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിലായിരുന്നു എനിക്ക് കൺസേൺ ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷനിൽ എന്തായിരിക്കും അവസ്ഥ? കാരണം നമ്മളെ ജയിപ്പിച്ചു വിട്ടത് അവരാണ്. ഇലക്ഷനിൽ നിന്ന് വോട്ട് ചെയ്തവരോട് നമ്മൾ പറയേണ്ട ഒരു ധാർമ്മികതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ചെയ്തവരോട് മാത്രമല്ല, നമ്മുടെ 506 മെമ്പേഴ്സിനോടും പറയേണ്ട ഒരു ധാർമ്മികതയുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിലായിരുന്നു എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നത്. നമ്മളൊരു ഓൺലൈൻ മീറ്റിംഗ് കൂടുകയും ഒരു ഓൺലൈൻ മീറ്റിംഗിൽ എല്ലാവരും ഈ കൺസേണുകൾ അറിയിക്കുകയും എന്റെ കൺസേണുകൾ ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല ഫോണിലൂടെയും അല്ലാതെയൊക്കെ സംസാരിച്ചു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ഒരു കുറവും വരില്ല. കൃത്യമായിട്ട് എല്ലാ ഇപ്പൊ കൈനീട്ടമായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും നമുക്ക് മെമ്പേഴ്സിന് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിപ്പം അത് തീരുമാനിച്ചിരിക്കുന്നതും. ആ ഒരു തീരുമാനമാണ്, ആ ഒരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്കൊരു ഇതിൽ ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ഈ ഒരു കൺസേണിൽ ഈ മെമ്പേഴ്സിന് ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ, അല്ലെങ്കിൽ ഇതുകൊണ്ട് മാസം അവരുടെ മരുന്നുകൾ വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കുമെല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ. അതിനകത്തൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിയത്, ഈ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇല്ലാതായാൽ ഈ കൈനീട്ടമടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങിപ്പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ്. പക്ഷെ അതോടൊപ്പം വിനു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കേണ്ടി വരുമ്പോൾ പ്രതിസന്ധിയിലാവുന്ന ഘട്ടത്തിൽ രാജ്യം ഉപേക്ഷിച്ച് പോകുന്നയാളല്ലോ രാജാവ്. ഞാനിത് തന്നെ അനന്യയോട് പറഞ്ഞത്. കാരണം ആ ഘട്ടങ്ങളിൽ നമുക്ക് നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയണം. അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും വിനു? അല്ല, തീർച്ചയായിട്ടും ഇതില് നമ്മളുടെ ഈ സംഘടനയുടെ ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് നമ്മളുടെ ജനറൽ ബോഡിയാണ്. കറക്റ്റ്. അപ്പം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെമ്പേഴ്സിന് ആശങ്കകൾ ഉണ്ടാവും, പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പം ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ ബോഡിയിലാണ് ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നെങ്കിലും ഇതൊരു നമ്മൾ അഡോർ കമ്മിറ്റി പോലെ ഒരു കുറച്ച് പേർ നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ കാരണം ഒരു സംഘടനാ മര്യാദ എന്ന് പറയുന്ന അതാണ്. നമ്മളൊരു മെജോറിറ്റി തീരുമാനത്തിൽ നമ്മളും അതിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഒരു സംഘടനാ മര്യാദ. ഇതാണ് നമ്മൾ അതിൽ പ്രാവർത്തികമായിട്ടുള്ള അതിന്റെ ധാർമ്മികത. വ്യക്തിപരമായി വിയോജിപ്പുണ്ടെങ്കിലും സംഘടനാ മര്യാദ ഉള്ളതുകൊണ്ട്, അഥവാ സംഘടനാ മര്യാദ ഉയർത്തിപ്പിടിച്ച് ഭൂരിപക്ഷ അഭിപ്രായത്തോടൊപ്പം ചേർന്നു അല്ലേ? ഇല്ല, എന്റെ കൺസേൺ ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എന്റെ കൺസേൺ ഈ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത്. കാരണം പക്ഷെ അതേസമയം ഞാൻ ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമില്ല. ഇപ്പം ഉദാഹരണത്തിന് അനന്യ, സരയു, വിനു, ടൊവിനോ, അപ്പം ഇങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് ഒരു ആശങ്ക ഉണ്ടാവുന്നത് ഞാൻ തുറന്നു ചോദിക്കുന്നതിന്റെ കാരണം, സംഘടനയിൽ ചിലർ ചെയ്തതിന്റെ പേരിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കേണ്ടതുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമല്ലേ വിനു? അല്ല, ഞാൻ അതാ പറഞ്ഞത്. കാരണം ചിലർ ഇപ്പം ചെയ്തിരിക്കുന്നത്, നമ്മൾക്ക് ഇവിടെ ഒരു നിയമവ്യവസ്ഥയും നമ്മളുടെ നമ്മുടെ നാട്ടിലും അതിന്റെ കൃത്യമായ കോടതികളും ഒക്കെ ഉണ്ട്. അതില് ഒരു കൃത്യമായി കോടതിയും കാര്യങ്ങളും പറയുമ്പോഴാണ് ഒരാൾ കുറ്റക്കാരാവുക അല്ലെ? ഏതൊരാളും കുറ്റം ചെയ്തിട്ടുണ്ട്. ഇപ്പം കാരണം തീർച്ചയായിട്ടും ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പം പുറത്തു വന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. കാരണം ഇതില് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരു അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഇതിന്റെ ഉപജീവനത്തിൽ ജീവിക്കുന്നത്. ഇപ്പൊ ഒരു 10 സിനിമ നടക്കുമ്പോൾ ഏകദേശം 600 പേരോളമാണ് ഒരു 10 സിനിമ വർക്ക് ചെയ്യുക. അപ്പോൾ അത് കുറഞ്ഞൊരു 5 സിനിമയായ ബാക്കി ഇതിന്റെ പകുതി ആൾക്കാർക്ക് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതെ അവരുടെ കുടുംബങ്ങൾ, ഇതിന്റെ പുറകിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്.
ഇതിലെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാർ തൊട്ട് അഭിനയിക്കുന്നവർ വരെ ഡയറക്ടർ വരെ ഈ തരത്തിൽ എല്ലാവരും ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ കുടുംബങ്ങൾ അനാഥായി ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ പിന്നെ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കുകയും അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഏതൊരു പൗരനും അല്ലെങ്കിൽ ഏതൊരു ആൾക്കും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ശരിക്കും ഒരർത്ഥത്തിൽ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ വിനു, AMMA ഈ പരാതി കിട്ടുമ്പോൾ തീർച്ചയായും ആ പരാതികൾ പരിഹരിക്കുകയും ആ പ്രശ്നങ്ങൾ കേൾക്കുകയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തീർക്കുകയും ചെയ്യണമായിരുന്നു എന്നാണ് അല്ലേ വിനു? അല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു കമ്മിറ്റി മീറ്റിങ്ങുകളും കാര്യങ്ങളുമാണ്. നമുക്ക് വരുന്ന മെയിലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കമ്മിറ്റിയിൽ തീരുമാനിക്കാൻ പറ്റാത്തത് നമ്മൾ ജനറൽ ബോഡിയിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. കാരണം ജനറൽ ബോഡി എന്ന് പറയുന്നത് ഇത്രയും പേര് ഒരുമിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഇത് എല്ലാ മേഖലയിലുമുള്ള ഒരു പ്രശ്നമാണിത്. ഇതിപ്പം നമ്മുടെ സിനിമ മാത്രമല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പല മേഖലകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതൊരു തുടക്കമാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാ മേഖലകളിലുമുള്ള ഈ കാര്യങ്ങൾക്ക് ഇതേപോലെ ശക്തമായി മുന്നോട്ട് വന്ന് പക്ഷെ അവിടെയൊക്കെ സംഭവിക്കുമ്പോൾ വിനു, അതിനകത്ത് ഞങ്ങൾക്കുള്ളൊരു കൺസേൺ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ രാഷ്ട്രീയ മേഖലയിൽ ഒരു പാർട്ടിയിലെ ഒരു നേതാവിനെതിരെ ഒരു ആരോപണം വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിയിലെ നേതൃത്വത്തിന് അതിൽ പ്രതിരോധിക്കേണ്ടി വരും. ഒരു MLA-ക്കെതിരെ ഒരു ആരോപണം വന്നാൽ ആ പാർട്ടി സെക്രട്ടറിയോ പാർട്ടി പ്രസിഡന്റോ ഒക്കെ മറുപടി പറയും. പക്ഷെ അതിന് പാർട്ടി ഒന്നാകെ രാജിവെച്ച് പോകുന്നത് ശരിയല്ലല്ലോ. രാജിവെച്ചത് നമ്മളുടെ ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിൽ വിനു, എൻ്റെ ഒരു കൺസേൺ, വിനുവിനെ പോലെ അനന്യയെ പോലെയൊക്കെ ഈ വിഷയത്തിൽ നിലപാടുള്ള ആളുകൾ അല്ലെങ്കിൽ ടൊവിനെ പോലെയൊക്കെയുള്ള നിലപാടുള്ള ആളുകൾ, നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ധാർമ്മിക ഉത്തരവാദിത്വം? വ്യക്തിപരമായി വിനുവിന് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ല രാജിവെക്കാൻ, ശരിയല്ലേ? എന്താണെന്നറിയോ, നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇന്റേണലി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവും. പലതരത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സംഘടനയുടേതായിട്ടുള്ള കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ തരത്തിലൊരു ഈ രീതിയിലൊരു ചർച്ച വരികയും മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു സംഘടനയിൽ ഒരു എന്താ പറയുക ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന രീതിയിൽ. പക്ഷെ ആ വിയോജിപ്പ് രേഖപ്പെടുത്തി തന്നെയല്ലേ നിങ്ങൾ നിന്നത്? കാരണം അത് പുറത്തറിയണം, ഇല്ലെങ്കിൽ എല്ലാവരും ഒറ്റ നിലപാടാണെന്ന് പറഞ്ഞോളയും. കാരണം ഇങ്ങനെ ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നവരാണ് നിങ്ങളെന്നൊരു തോന്നലുണ്ടാവും വിനു. തീർച്ചയായിട്ടും അതിപ്പം എല്ലാവരും ഈ പറയുന്ന ഇതിലിപ്പം ആരോപണങ്ങൾ വന്നില്ലെങ്കിലും ഒന്നടങ്കം എല്ലാരെയും ഈ പറയുന്ന പോലെ ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടാവും, ഇത് വെറുതെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് എല്ലാവർക്കും ഈ പറയുന്ന നമ്മളെ പോലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിഷമമുണ്ട്. ഇത് അതിന്റെ പ്രശ്നങ്ങൾ ഈ പറയുന്ന ഇതിനകത്തുള്ള ഈ ദുരൂഹതകളെല്ലാം മാറി കൃത്യമായ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഈ വിയോജിപ്പ് രേഖപ്പെടുത്തി തന്നെയല്ലേ നിങ്ങൾ യോജിച്ചത്? അനന്യ എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത്. കാരണം വ്യക്തിപരമായി ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൺസേൺ ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുകയും ആ കൺസേൺ മറുപടി കിട്ടുകയും ചെയ്തിട്ടാണ് നമ്മളിത് ഈ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നിന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു ഐക്യകണ്ഠമായ അഭിപ്രായത്തിലേക്ക് എത്തിയത് വിശദമായ ചർച്ചകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കും ശേഷമാണ്, ശരിയല്ലേ? ശരിയല്ലേ വിനു? അതെ, തീർച്ചയായിട്ടും എല്ലാവരും ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ തരത്തിൽ എല്ലാ ചർച്ചകളിലൂടെയാണ് തന്നെയാണ്. അതായത് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ശേഷം ഒരൊറ്റ തീരുമാനത്തിലേക്ക് എത്തി, അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു വിനു. ഒരു കാര്യം കൂടി വിനു, ഇനിയിപ്പോൾ നമ്മൾ പുതിയ ജനറൽ ബോഡി വരാൻ പോകുന്നു. 58 ദിവസമാണല്ലേ നിങ്ങളുടെ ബൈലോ പ്രകാരം? ആ പുതിയ ജനറൽ ബോഡി വന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരഞ്ഞെടുക്കണം. ഞാൻ ചോദിക്കുന്നത്, WCCയിലെ അംഗങ്ങളടക്കം ഈ AMMA എന്ന പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്ന സംഘടനയിലേക്ക് തിരികെ വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നിങ്ങൾ അതിനെ അനുകൂലിക്കില്ലേ വിനു? നമുക്ക് ഇപ്പോഴും സംഘടന നിലനിന്ന് തന്നെയല്ലേ പോകുന്നത്. കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമാണ് നമ്മളിപ്പം ഇത് പോയിരിക്കുന്നത്. അല്ല, സംഘടനയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. സംഘടനയായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. സംഘടനയ്ക്ക് ഇതിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുള്ള ഒരു രാജിവെച്ചു. അത് ജനറൽ ബോഡി കൂടുമ്പോൾ ജനറൽ ബോഡിയിൽ കൃത്യമായ തീരുമാനങ്ങളും ആ ജനറൽ ബോഡി നിർദ്ദേശിക്കുന്ന ആൾക്കാർ, ഇപ്പം ഈ പറയുന്ന എല്ലാവരും നിങ്ങൾ നിൽക്കണം എന്ന് ജനറൽ ബോഡിയുടെ ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൂടെ പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനാണ്. അതിൽ ആ ജനറൽ ബോഡി എന്താണ് തീരുമാനിക്കുന്നത്, ഈ തരത്തിലുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ജനറൽ ബോഡിയുടെ തീരുമാനമാണ് അതിനകത്ത് ഏറ്റവും മുഖ്യം. ആ ജനറൽ ബോഡി തീരുമാനിക്കുന്ന ഏത് കാര്യത്തിലും നമ്മളെല്ലാവരും അതിന്റെ കൂടെ തന്നെയാണ് നിൽക്കുക. ഇപ്പം ഒരു മെമ്പർഷിപ്പിന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യങ്ങളും
ഇപ്പം ഈ WCCയുടെ കാര്യങ്ങളാണ് ശരി. ഈ തരത്തിൽ ഏത് രീതിയിലും ജനറൽ ബോഡിയാണ് അന്തിമമായിട്ട് നമുക്ക് തീരുമാനം എടുക്കുന്നത്. താങ്ക് യു വിനു, താങ്ക്സ് എ ലോട്ട്. ഓൾ ദ ബെസ്റ്റ് വിനു. സംഘടന നിലനിന്ന് കാണണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം, നിലപാടിൽ വിട്ടുവീഴ്ച വേണ്ടതാലും. താങ്ക് യു വിനു ആണ് നമുക്കൊപ്പം ചേർന്നത്. വിനു പറഞ്ഞതുപോലെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി തന്നെയാണ് ഈ യോജിപ്പിലേക്ക് എത്തിയത്. കൺസേൺ ഉണ്ടായിരുന്നു, രാജിവെക്കുന്നതിൽ ആശങ്കയുണ്ടായിരുന്നു എന്നാണ് വിനുവും നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അനന്യയും നമ്മളോട് വ്യക്തമാക്കി. സരയു, വിനു, അനന്യ, ടൊവിനോ ഈ 4 പേരും ഈ ഭൂരിപക്ഷ തീരുമാനത്തിന് ഒടുവിൽ വഴങ്ങുകയായിരുന്നു. ഇവർ 4 പേർക്കും രാജിവെക്കുന്നതിനോട് വ്യക്തിപരമായ യോജിപ്പുണ്ടായിരുന്നില്ല, പല കാരണങ്ങളാലാണ് എന്ന് മാത്രം.